എല്ലാവർക്കും വലിയ നമസ്കാരം. ഡബ്ലിൻ മല്ലു വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ഒരു ദിവസമാണ് കേട്ടോ. നല്ല സണ്ണി ഡേ ആണ്, പൊളി ദിവസമാണ്. അപ്പം എന്തായാലും ഇന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ജോലി ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പം എല്ലാ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാമെന്ന് വിചാരിച്ചേക്കുവാണ്. അപ്പം നിങ്ങളെയും കൂടെ ഞാൻ ഈ കൂടെ കൂട്ടുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഡബ്ലിൻ മല്ലു വേൾഡ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, ലൈക്കുകളൊക്കെ തന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ ഫുഡ്, ട്രാവൽ, അതുപോലെ തന്നെ പിൽഗ്രിമേജിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം രാവിലെ നമ്മൾ ഇതിന് മുന്നേ പോയൊരു സിറ്റിയാണ് ഹോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അന്ന് പോയ സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നും ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകാൻ പോകുന്നത്. ഒരു കോസ്റ്റൽ സിറ്റിയാണ്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ചാനലിലൂടെ. അപ്പം ഇവിടെ ഹാംസ്റ്റൗണിൽ പോയിട്ട് ട്രെയിനൊക്കെ പിടിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇറങ്ങിയേക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു ഫീൽഡാണ്. ഇത് നല്ല ഒരു ഏരിയ ആണ്, അടിപൊളി ഒരു ഏരിയ ആണ്. ഇത് ഒരു എന്താ പറയുക, ഫുട്ബോൾ ഗ്രൗണ്ടാണ് ആക്ച്വലി. ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇത് സാധാരണ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് ഫുട്ബോൾ കളിക്കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹോത്ത് സിറ്റിയിൽ ആക്ച്വലി നമുക്കവിടെ നല്ല അടിപൊളി ഒരു ബീച്ചുണ്ട്. ആ ബീച്ച് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ആ ബീച്ചിലേക്കൊന്ന് പോകാം. പിന്നെ അവിടെ എന്തെങ്കിലും കാണാത്ത ഭാഗങ്ങളുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബോട്ട് യാത്രയുണ്ട് അവിടെ. അപ്പം അത് പോസിബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ അതും കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, രാവിലെ തന്നെ ഇറങ്ങി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ എല്ലായിടത്തും കറങ്ങി പറക്കി വരണമെങ്കിൽ. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇറങ്ങിയിന്ന്. ഇപ്പോൾ സമയം ഇവിടെ 8 മണി ആയതുള്ളൂ. അതുകൊണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. കാരണം ഞാനിന്ന് ഷോർട്സൊക്കെയാണ് ഇട്ടേക്കുന്നത് ആക്ച്വലി. ഞാൻ വിചാരിച്ചു ഇതിപ്പം വെയിലൊക്കെ അല്ലേ, അപ്പം ഷോർട്സൊക്കെ ഇട്ടിട്ട് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ ആയതുകൊണ്ട്, ഇത്ര 8 നേരത്തെ ആയതുകൊണ്ട് ഇച്ചിരി വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പം നല്ല വെയിലൊക്കെ ആവും. ഇന്നിപ്പോൾ സണ്ണി ഡേ ആണ് കൊടുത്തേക്കുന്നത്. അപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്ന് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഹാമസ്റ്റൗൺ എന്ന് പറഞ്ഞ ട്രെയിൻ സ്റ്റേഷനിലേക്കാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇവിടെ നിന്നൊരു കുറച്ച് ദൂരമേ ഉള്ളൂ ഹാമസ്റ്റൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എല്ലാ വശത്തേക്കും ട്രെയിൻ, ഇപ്പോൾ സിറ്റിയിലേക്കാണെങ്കിൽ കൂടിയും അതുപോലെ തന്നെ ഡബ്ലിൻ്റെ പല ഭാഗത്തേക്കും ട്രെയിൻ ആവഴിക്കുന്നതാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നല്ല ശാന്തസുന്ദരമായിട്ടുള്ള ഫുട്ബോൾ ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കളികളൊക്കെ നടക്കാറുണ്ട്. ഒഴിവ് ദിവസങ്ങളിൽ ഫുള്ള് ആളുകളായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ഒരു ദിവസം അല്ലാത്തതുകൊണ്ട് ഇന്ന് ഫ്രീ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഹാമസ്റ്റൗൺ ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്താൻ പോകണം കേട്ടോ. ഇവിടെ നമുക്ക് ട്രെയിൻ പിടിച്ചിട്ട് വേണം ഹോത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. രാവിലെ ആയതുകൊണ്ട് കുറേ തിരക്കൊക്കെ ആയിരിക്കും തോന്നുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് അങ്ങ് പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി ട്രെയിൻ വന്ന് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. ഞാൻ പുറത്ത് നിന്ന സമയത്ത് അവിടെ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് ആളുകൾ കുറേ പേപ്പേഴ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പം ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇരുന്ന് അടിച്ചു പൊളിച്ചങ്ങ് പോവുകയാണ് ഹൗത്തിലേക്ക്. അപ്പോൾ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹൗത്തിൽ ഇറങ്ങി കേട്ടോ. ഇതാണ് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ. ഒരുപാട് വലിയ ട്രെയിൻ സ്റ്റേഷനൊന്നുമല്ല, ചെറിയ ഒരു മീഡിയം ടൈപ്പുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ ഒന്ന് ഇത് സ്വൈപ്പ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി. ഇതാണ് ആദ്യത്തെ ലുക്ക് കേട്ടോ. ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ആദ്യത്തെ ഒരു ലുക്ക് ഇതാണ്. അപ്പം കുറച്ച് മുന്നോട്ട് നമ്മളിങ്ങനെ നടന്ന് പോയിട്ട് ഇടത് സൈഡിലേക്ക് മാറണം. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഹൗത്ത് ബീച്ചിലേക്ക് നമ്മൾ പോകാൻ പറ്റണേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നടന്ന് മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹൗത്ത് സിറ്റിയുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിനു മുന്നേ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ള ഇത് തന്നെയായിരിക്കും ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മൾ ആ ഒരു കോസ്റ്റൽ ഏരിയയിലേക്ക് പോകുന്ന അങ്ങോട്ടുള്ള ഒരു ചെറിയ ഏരിയ ആണ് കേട്ടോ. അത് നല്ല രസമാണ്. ഇവിടെ ഒരുപാട് കഫേകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൗത്ത് സ്റ്റേഷൻ്റെ ഇടത് സൈഡിലൂടെയുള്ള ചെറിയ വഴി കൂടെയാണ് നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ട് കയറി പോകുന്നത്. ഈ വഴി നേരെ അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മൾ ഹൗത്തിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മളെ ഈ കാണുന്ന ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ബീച്ചിലേക്ക്, ഇവിടുത്തെ ഹൗത്ത് ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് അങ്ങ് പോവാം. സോ ഇവിടെ കുറേ നല്ല ഫ്ലവേഴ്സൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കേ, കണ്ടോ, പൊളിയല്ലേ? നല്ല പിങ്ക് ഫ്ലവേഴ്സ്. നമ്മൾ അന്ന് ബ്രേയൊക്കെ പോയ സമയത്ത് നമ്മൾ ആ മലയുടെ മേളിൽ കണ്ട അതേ സെയിം ഫ്ലവേഴ്സ് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. സോ
അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഹോത്ത് ബീച്ചിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ കാണുന്നത്. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഹോത്ത് ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഇന്നിപ്പം ഹോത്തിൻ്റെ ബീച്ചിലേക്ക് നമ്മൾ വരുന്നത്. അപ്പം ഇതാണ് ഹോത്തിൻ്റെ ബീച്ചിൻ്റെ ഒരു ലുക്ക് കേട്ടോ. ട്രെയിൻ സ്റ്റേഷൻ്റെ തൊട്ട് പുറകിലായിട്ട് വരും. ഇത് കണ്ടോ, ആളുകളൊക്കെ സാധാരണ നടക്കുന്ന സ്ഥലത്ത് നിന്നിട്ടാണ് ഞാൻ അങ്ങ് പിടിച്ചേക്കുന്നത്, വീഡിയോ പിടിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഈ കപ്പലുകളൊക്കെ വന്ന് എന്താ പറയുക റിപ്പയറിങ് നടന്ന ഒരു സ്ഥലമാണ്. ബീച്ചിൻ്റെ ഏകദേശം മുകൾ ഭാഗത്തേക്ക് നമ്മൾ ഇപ്പോൾ ട്രെയിൻ വരുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാം പുതിയ ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫ്ലൈറ്റൊക്കെ ദേ തൊട്ടടുത്തോടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. പൊളിയായിട്ടുണ്ട് ഈ ബീച്ച്. കുഞ്ഞൊരു ബീച്ചാണ്. ഞാൻ ജസ്റ്റ് ആ മണലിൽ കൂടെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ കപ്പൽ കിടക്കുന്ന ആ ഭാഗത്തേക്കൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് ദൂരമുള്ളൂ അങ്ങോട്ട് നടന്നെത്താൻ വേണ്ടിയിട്ട്. അവിടെയാണ് ഈ കപ്പലുകൾക്ക് അറ്റകുറ്റപ്പണി കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. കടലിൽ നിന്ന് കയറി വരാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ട് അപ്പുറ സൈഡിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാവുന്നത് പോലെ തന്നെ നമ്മൾ ഹോത്ത് ബീച്ചിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഹോത്ത് ബീച്ചിൻ്റെ ഒരു എന്താ പറയുക, ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുള്ള ലുക്ക്. പുറകിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾക്ക് എന്താ പറയുക ഡോക്ക് പോലുള്ള സ്ഥലമുണ്ട്. കാരണം ബോട്ടുകളൊക്കെ വന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുന്ന സ്ഥലമാണ് ജസ്റ്റ് പുറകിൽ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ പുറകിൽ കാണുന്നത് കണ്ടോ, കാണുന്നത് കണ്ടോ, അത് നമ്മൾ ഇതിന് മുന്നേയും വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ ഹോത്തിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോത്തിൻ്റെ സിറ്റിയുടെ ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടില്ല, സിറ്റിയുടെ ഏരിയയാണ്. അവിടെ ട്രെയിൻ സ്റ്റേഷനാണ് ആ കാണുന്നത്. പുതിയ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഹോത്തിൻ്റെ ചെറിയൊരു ബീച്ച്. ആക്ച്വലി ഇവിടെ ഒരുപാട് എന്താ പറയുക ആൾക്കാരൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് ഇന്നിപ്പം എന്താ പറയുക വർക്കിംഗ് ഡേ ആയതുകൊണ്ടും തന്നെയല്ല, നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മൾ യാത്രയിലായതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി എന്നേ ഉള്ളൂ. പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പം ആളുകളൊന്നുമില്ല, ആളുകൾ വളരെ കുറവാണ്. എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ആളുകൾ കുളിക്കുന്ന ബീച്ചാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ആളുകൾ നടക്കാനൊക്കെ കണ്ടു, ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ട്, ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ടായിരുന്ന ആളുകൾ. അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഈ കാണുന്ന സ്ട്രെച്ചിൽ കൂടെ കുറേ കൂടെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. അവിടെ ഇപ്പോൾ താഴെ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഉണ്ടോ, ഇത് ഹൗസിംഗ് ആയിട്ടുള്ള ഏരിയാസാണ്. ഇങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഏരിയ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയയാണ്. നമുക്ക് കാണാം മേളിൽ ബിൽഡിങ്ങുകൾ, കൺസ്ട്രക്ഷൻ വർക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ പണികളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സൗണ്ട് കേൾക്കാം. സോ അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് ഈ ഒരു സ്ട്രെച്ചിലൂടെ കുറച്ച് മുന്നോട്ടൊന്ന് പോയി നോക്കിയിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ തൊട്ട് ഇപ്പുറത്തോടാണ് ട്രെയിൻ കടന്നു പോകുന്നത്. ഞാനിപ്പോൾ ആ വഴിക്കാണ് വന്നത്. ഈ കാണുന്ന സ്ട്രെച്ചിൻ്റെ അടുത്തൂടെ കുറേ നല്ല പിങ്ക് കളറുള്ള പൂക്കൾ, അതുപോലെ തന്നെ മഞ്ഞ കളറുള്ള പൂക്കൾ കണ്ടു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അത് കണ്ടപ്പോൾ ഞാനൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഈ സ്ട്രെച്ചിൽ കൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാം കുറേ കലാപരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. നമ്മൾ കുറേ പെയിൻറ്റിങ്ങുകൾ, ഗ്രഫിറ്റി വർക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർട്ട് വർക്കൊക്കെ നമുക്ക് കാണാം ആ ഒരു സൈഡിലുള്ള ഭിത്തികൾ കാര്യങ്ങളൊക്കെ. ഇത്രയേ ഉള്ളൂ ആക്ച്വലി. ഇവിടെ നിന്ന് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാണുന്നതൊക്കെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. പിന്നെ അത്യാവശ്യം ഒരു കുഞ്ഞ് ബീച്ച്. സമ്മറിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ വെയിൽ വരുന്നതനുസരിച്ച് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പോകുന്നൊരു നല്ലൊരു കുഞ്ഞ് ബീച്ച്, ഒരു സേഫ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഒരു ഭാഗത്ത് ഇത്രയും കാണാനുള്ളൂ, പ്രത്യേകിച്ച് വലിയ ഒരു രസമൊന്നുമില്ല കാണാനൊന്നും. പക്ഷെ എന്നാൽ കൂടി നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്താ പറയുക ഈ ഭാഗങ്ങളൊന്ന് റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചു. ഇനി നമ്മൾ ഹോത്തിൻ്റെ നമ്മൾ അന്ന് പോയ സിറ്റിയുടെ ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ബോട്ട് സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ബോട്ട് സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബോട്ടിൽ കയറാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറേ കാര്യങ്ങൾ ഇതുവരെയും കാണാനുണ്ട്. നമുക്ക് എന്തൊക്കെ കാണാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഈ കാണുന്ന പിങ്ക് ഫ്ലവേഴ്സ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അവിടെ നല്ല രസമാണ് നിൽക്കുന്നത് കാണാൻ. ഒരുപാട് പിങ്ക് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പിടിച്ചു വീഡിയോ.
നല്ല രസമാണ് കേട്ടോ ഈ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട്. മൊത്തം പിങ്ക് ആയിട്ടുള്ള പൂക്കളാണ്. നമ്മളന്ന് ഡൽലേരിയിലല്ല, നമ്മളന്ന് ബ്രെയിൽ പോയ സമയത്ത് ആ മല കയറാൻ പോയില്ലേ, ആ സമയത്ത് കണ്ട അതേ പൂക്കളാണ്. പൊളി പൂക്കളാണ്, നല്ല പിങ്ക് നിറമാണ്. ഒരുപാടുണ്ട് ഇവിടെ. ആക്ച്വലി ഈ ട്രെയിൻ സ്റ്റേഷൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ മൊത്തത്തിലുണ്ട്. ഒരു നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അതുകൊണ്ട് ഇവിടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് അതൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടോ ഇവിടെ മൊത്തം ഉണ്ട് അങ്ങനെ. അടിപൊളിയല്ലേ, സൂപ്പറല്ലേ, നല്ല രസമാണ്, നല്ല പിങ്ക് കളറാണ്. അപ്പം ഹോത്ത് ബീച്ച് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അത്രേ കാണാനുള്ളൂ. അവിടെ പ്രത്യേകിച്ച് വേറെ ഒരു ആക്ടിവിറ്റീസോ കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് തണുപ്പല്ലേ, അപ്പം അതുകൊണ്ട് ഒത്തിരി പേരൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഇവിടെ 9 മണി ആവണമുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ട്. ആളുകൾ ഇച്ചിരി വെയിലൊക്കെ ആയിട്ടാണ് വന്നു തുടങ്ങത്തുള്ളൂ തോന്നുന്നത്. തന്നെയല്ല വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഒരുപാട് പേര് കാണാനും വഴിയില്ല. അപ്പം നമുക്കിനി ഹോത്തിൻ്റെ നമ്മളന്ന് ആ സീലിനെയൊക്കെ കണ്ടില്ലേ, ആ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. ഇപ്പം ഹോത്തിലേക്കുള്ള രണ്ടാമത്തെ ടൂറാണിത്. രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്കിനി കാണാത്ത കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അന്ന് വന്ന സമയത്ത് ബോട്ടിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ബോട്ടിൽ കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനെ ഇതായിട്ടുണ്ടോ, കളർഫുള്ളായിട്ട് ഇങ്ങനെ ഗ്രഫീറ്റി അല്ല, എന്തൊക്കെയോ ഡിസൈൻ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്, നല്ല കളർഫുള്ളാണ് കണ്ടോ. നിങ്ങൾ ക്യാമറയിൽ കാണുന്ന പോലെ തന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഹോത്ത് ടൗണിൻ്റെ ഒരു ഹൃദയഭാഗത്തേക്ക് ഇപ്പം നമ്മുടെ കോസ്റ്റലായിട്ടുള്ള ഏരിയയിലേക്ക് പോകുമ്പം ഇടത് സൈഡിൽ കാണുന്ന ഫുള്ള് കഫേകളാണ് കേട്ടോ. ഭയങ്കര സ്റ്റൈലാണ്, നല്ല വിൻറ്റേജ് രീതിയിൽ നല്ല പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല നല്ല കളറായിട്ട് ഭയങ്കര ഡിഫറെൻറ്റ് തീംസൊക്കെ ആയിട്ടുള്ള കഫേ അറേഞ്ച്മെൻറ്റ്സും സീറ്റിങ്സും ഒക്കെയാണ് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളൊരു ജസ്റ്റ് വാക്കിന് പോകാൻ തന്നെ റിയലി നൈസ് ആക്ച്വലി. അങ്ങനെ കുറേ ഉണ്ട്, ഇടത് സൈഡിൽ കുറേ കഫേസ് ഉണ്ട്. കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നത് കണ്ടോ. അങ്ങനെ നടന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആ മീൻ പിടിക്കുന്ന അല്ലെങ്കിൽ ബോട്ട് വർക്കുകൾ വന്ന് കിടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് കപ്പൽ കയറി വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ കപ്പൽ കിടക്കുന്നത് കണ്ടോ. ഇങ്ങനെ ഈ ഒരു ലൈനിൽ കൂടിയാണ് കപ്പലുകൾ സൈഡിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടന്ന് നമ്മൾ മീൻ പിടിക്കുന്ന കപ്പലുകളൊക്കെ കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്കും അതുപോലെ യാർഡ്സ് കിടക്കുന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. കണ്ടോ നല്ല എന്ത് രസമാണെന്ന് നോക്കിയാലേ കാണാം. നല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ മറുപടി സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഷിപ്സ് അല്ലെങ്കിൽ ബോട്ട്സ്, യാർഡ്സ് അതൊക്കെ ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നത്. പൊളിയായിട്ടുള്ളൊരു ഇടമാണ് കേട്ടോ. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്പേസാണ്. അപ്പോൾ ഇത്രയും നേരം നടന്ന സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ ഒന്ന് മാറ്റി പിടിച്ച് ഇപ്പോൾ നമുക്ക് കാണാം നല്ല നീല നിറമാണ് കേട്ടോ വെള്ളത്തിന്. നല്ല ആ റിയൽ ഓഷ്യൻ്റെ ആ ഒരു നല്ല അടിപൊളി കളറാണ്. അപ്പം കുറേ ബോട്ട്സുകളപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് യാർഡ്സൊക്കെ ഉണ്ട്. സോ നമ്മളിതിന് മുന്നേ വന്ന് കണ്ടതുപോലെ തന്നെയുള്ള ഹോത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് നമ്മൾ പുറകിൽ കാണുന്നത്. നല്ലൊരു സണ്ണി ഡേ ആണ്, നല്ലൊരു എന്താ പറയുക, അടിപൊളി ഒരു ഡേ ആണ് ആക്ച്വലി. നമ്മൾ കാണുന്ന പോലെ തന്നെ അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുപാട് മീൻ പിടിക്കുന്ന ഷിപ്പുകൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കപ്പലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഭയങ്കര ഒരു നല്ലൊരു വ്യൂ ആണ് ആക്ച്വലി. സോ ഇവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ അന്ന് കണ്ടതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഞാൻ അന്ന് വന്ന സമയത്ത് ബോട്ടിങ് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് കയറാൻ പറ്റിയില്ല. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കാരണം മീൻസ് നല്ലൊരു സണ്ണി ഡേ ആയതുകൊണ്ട് ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കണ്ടില്ലേ. നല്ലൊരു പൊളി സിറ്റിയാണ് കേട്ടോ. ഇവിടെയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര പൈസ കൊടുക്കേണ്ടത്. കുഞ്ഞു ബോട്ട്സ് കിടക്കുന്ന ഭാഗം ഒന്നുകൂടെ കാണിക്കാൻ വിചാരിച്ചു. കുറേയധികം ബോട്ട്സുകളുണ്ട് അവിടെ നിലവിൽ. എനിക്ക് തോന്നുന്നു ഈ ബോട്ട്സുകളൊക്കെ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട്സുകളാണ്, ഫിഷിങ്ങിന് പോകുന്ന ബോട്ട്സുകളാണ് കൂടുതൽ. പിന്നെ നമ്മൾ അത്യാവശ്യം ഫെറി ബോട്ട്സുകൾ, ഇവിടെ നിന്ന് വേറെ ഐലൻഡ്സിലേക്ക് പോകുന്ന ചെറിയ ചെറിയ ഫെറി ബോട്ട്സുകളുമുണ്ട്. അപ്പോൾ ഞാനവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സമയമായിട്ടുണ്ടായിരുന്നല്ലോ, ഏകദേശം 1 മണിക്ക് തൊട്ടാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. ഇനി ഒരു ദിവസം ഈ ബോട്ട് യാത്രയ്ക്കായിട്ട് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് കാണിക്കാം.
നമ്മൾ ഈ വഴിക്കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ചെല്ലുന്നത്. ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ആരും തന്നെ ഇല്ല കേട്ടോ, കാരണം ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ ആ ഒരു സമയം ഒപ്പിച്ചാണ് ഞാൻ പോയത്, കാരണം ഒരുപാട് പേരുള്ളപ്പം റെക്കോർഡ് ചെയ്യാനൊക്കെ കുറച്ച് പാടായിരിക്കും. കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ കിടക്കുന്നത്, എന്ത് രസമാണ് നോക്കിയല്ലേ. നമ്മൾ ഹോത്ത് എന്ന് പറഞ്ഞ സിറ്റി വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊതി തീരത്തില്ല, അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടൗണാണ് നമ്മുടെ ഹോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ എക്സ്പെൻസീവും കൂടെയാണ് കേട്ടോ. സോ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും നല്ല എക്സ്പെൻസാണ്. അപ്പോൾ ഞാനിവിടെ ബോട്ട് ക്രൂസിൻ്റെ കാര്യം നോക്കുമായിരുന്നു. ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ €20 പെർ പേഴ്സൺ, ഫ്രൈഡേ ടു സൺഡേ 14:50 സ്റ്റാർട്ട് ചെയ്യും. ഹൗത്ത് ക്ലിഫ് ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ട് 1 hour ട്രിപ്പ് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബോട്ടിലും പേ ചെയ്യാവുന്നതാണ് ആക്ച്വലി. സോ ഐ വാസ് വണ്ടറിങ് ആക്ച്വലി നമുക്കിപ്പം അതിന് അവൈലബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പോകാമായിരുന്നു. സോ ഞാൻ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. സോ ഹോത്ത് എന്ന് പറയുന്ന ഈ ഒരു പ്ലേസ് നമുക്കിവിടെ എന്താ പറയുക, വന്ന് കാണാനും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണാവുന്ന ഒരു പ്ലേസാണ്. നമ്മളുള്ള എല്ലാവരും വന്ന് കാണുക, അതുപോലെ തന്നെ പുറത്തുള്ളവർക്കും നല്ലൊരു ഹാപ്പിയായിട്ട് വന്ന് കണ്ട് അടിച്ചു പൊളിക്കാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. സോ പറ്റുന്നവരൊക്കെ വന്ന് കണ്ട് ആഘോഷിക്കുക. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അടുത്ത ബ്യൂട്ടിയൊക്കെ കണ്ട് കഴിയുമ്പോൾ ജസ്റ്റൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് സ്വന്തമായിട്ട് അങ്ങനെ. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ഏറ്റവും വെളുത്ത് തള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് മൊത്തം നല്ല താഴ്ചയുള്ള ഏരിയയാണ്. ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് കയറി ഇരുന്ന് കുറച്ച് നേരം. നല്ല ഭംഗിയാണ്, ഇങ്ങനെ നടക്കല്ല് പോലെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുവാണ്. ആ പുറകിൽ കാണുന്ന ആ ഒരു ഭാഗം കണ്ടില്ലേ, ആ ഒരു ഭാഗമാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. അത് ഈ വഴിക്കല്ല പോകുന്നത്, അത് വേറൊരു വഴിക്കാണ് നമ്മൾക്ക് അങ്ങോട്ട് ചെല്ലേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ കെട്ടിയിട്ടേക്കുന്ന അവിടെ നിന്ന് കയറിയിട്ടുള്ളൊരു ലുക്കാണ്. കണ്ടിൽ നോക്കി, കടൽ നോക്കിക്കേ, എന്തൊരു ഇതാന്ന് നോക്കിക്കേ. നല്ല താഴ്ചയുണ്ട് അങ്ങോട്ട്, നല്ല താഴ്ചയുള്ള ഏരിയയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം, മേളിൽ കയറുമ്പോൾ നല്ല കാറ്റുള്ളതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ ചിലപ്പം പറന്നില്ല വെള്ളത്തിൽ ചാടാം. വന്നതിന് ശേഷം നമ്മളിവിടെ ചുറ്റിയെല്ലാം നടന്ന് കണ്ടു. അപ്പോൾ നമ്മളിതിൻ്റെ ഈ കടലിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് എന്താ പറയുക, സ്റ്റെപ്സ് ഒക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനെന്ന് ഒന്ന് ആസ്വദിക്കുകയാണ്. നല്ല ആരും ഇല്ല കേട്ടോ. ഇപ്പോൾ ഈ സമയം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെയാണ് വന്നത്, അപ്പം ഇവിടെ ആരും ഇല്ല ആക്ച്വലി. സോ വെരി ക്വയറ്റ് ആൻഡ് കാം ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ആക്ച്വലി. ആരും തന്നെ ഇല്ല. ഇത് കണ്ടോ, ഇതേ കാണുന്നതാണ് ഒരു ലൈറ്റ് ഹൗസ് ആക്ച്വലി. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നുണ്ട്, പോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് കാണാം. കാണുന്നത് സിറ്റിയുടെ നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ബോട്ട് യാത്ര ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് താമസിച്ചങ്ങാണ്ട് തുടങ്ങോളം തോന്നുന്നു. ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടില്ല, അത്ര സമയമില്ല ആയോളൂ. 1 മണിയൊക്കെ ആയിട്ട് തുടങ്ങോളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് വന്നാൽ മതിയായിരുന്നു, കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷെ എന്തായാലും നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു വരാം. തിരിച്ച് വന്നിട്ട് നമുക്ക് കാണാം. ഭയങ്കര തണുത്ത ഒരു കാറ്റാണ് ആക്ച്വലി. ഞാൻ അതുകൊണ്ട് ക്യാബൊക്കെ പുറകോട്ട് തിരിച്ചു വെച്ചു. ഇതേ പുറകിൽ കാണുന്നുണ്ടോ, ആ പുറകിൽ കാണുന്ന ആ കാര്യമാണ് നമ്മുടെ ഒരു ലൈറ്റ് ഹൗസ് ആക്ച്വലി. ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഹൗത്തിൻ്റെ അപ്പുറം ചുറ്റിക്കറങ്ങി വരേണ്ടതായിട്ടുണ്ട്. കുറേ സമയം എടുക്കും അങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങി വരണമെങ്കിൽ. അവിടെ ഞാൻ പോയിട്ടുള്ളതാണ് ഒരു പ്രാവശ്യം, നമ്മൾ ഇതിന് മുമ്പേ കാണിച്ചിട്ടുള്ള പ്ലേസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് ഇനി കാണിക്കാൻ പോകുന്നില്ല, കാരണം അത്രയും ദൂരം നടക്കാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നല്ല നീല നിറമാണ് ഓഷ്യൻ, റിയൽ ഓഷ്യൻ നമ്മൾ പറയുന്നത്. നമ്മുടെ ഡീപ്പ് ഒരു സീയൊക്കെ ഇല്ല, അപ്പോൾ അതിൻ്റേതായ ഒരു നല്ല ബ്ലൂ കളറാണ്. സൂപ്പറായിട്ടുണ്ട്. ആരും തന്നെ ഇല്ല, വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഈ സമയത്തുള്ളൂ. കാരണം ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആളുകളൊന്നും വരുന്ന സമയമല്ലോ, അതിൻ്റേതായ ഒരു ഇതുണ്ട്. അപ്പം ഞാനിരിക്കുന്നിടത്തു നിന്നുള്ള ഹൗത്തിൻ്റെ ഫുള്ള് വ്യൂ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഹൗത്തിൻ്റെ ആ ഒരു സിറ്റി ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ആ പുറകിൽ കാണുന്ന ആ മേൽഭാഗത്തുള്ള അവിടെ നിറയെ വീടുകളും കാര്യങ്ങളും ഉണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടി. അതുപോലെ ഞാൻ നടന്നു വന്ന വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ നടന്നു പോകുന്ന ഒരു അപ്പാപ്പ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആരും ഇല്ല. പിന്നെ ഞാനും ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഏകദേശം ഒരു വ്യൂ കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി. ഇപ്പം ഇതാണ് ഒരു ഹൗത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം അതുപോലെ തന്നെ ദേ കാണുന്ന കണ്ടോ, ആ ടിപ്പ് കണ്ടില്ലേ, ഇപ്പം ഞാൻ ആ കാണിക്കുന്നത് വയ്ക്കാം. കണ്ടോ, ആ ടിപ്പ് കണ്ടില്ലേ, ആ ടിപ്പാണ് നമ്മൾ അന്ന് ഹൗത്ത് ക്ലിഫ് കയറാൻ പോയത്. അത് കുറേ ദൂരമുണ്ട് അങ്ങോട്ട് നടന്നു പോകണമെങ്കിൽ, എളുപ്പമല്ല, കുറേ ദൂരമാണത്. അതുപോലെ തന്നെ ഞാനിരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിലത്തെ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ, നല്ല രസമാണ്, കണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ദൂരെ ഒരു മഴവില്ലിൻ
പൊന്നേഴാം വർണ്ണം പോ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിൻ ഇടവഴിയിൽ നിന്നോവൽ കാത്താളം നീയാ സ്വരമരി നീ മൗനം വാചാലം സാന്ധ്യരാഗങ്ങളേറ്റു പാടുന്ന ഭൂമിയും വാരവും സാക്ഷിയാകുന്ന നാനനാരന്ന ശ്യാമവേഗങ്ങൾ. പുളിയല്ലേ, പുളിയാണേ, പുളി പുളി പുളി. ഈ വെള്ളം കയറി കിടക്കുന്ന ഭാഗം ഒന്നുകൂടെ നന്നായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ എണിച്ച് നിന്ന് താഴത്ത് നടക്കലിലേക്കൂടെ ഒന്ന് നടന്ന് കാണിക്കുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഹൗത്ത് ടൗണിൻ്റെ ഫുൾ ഏരിയ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഹൗത്ത് ടൗൺ. അതിൻ്റെ പുറകോട്ട് ഇങ്ങനെ കുറേ ഏരിയാസും കൂടെ ഉണ്ട്. ഇങ്ങനെ എന്താ പറയുക, സബർബ്സുകൾ പോലെയുള്ള കുറേ ഇടങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ ലൈറ്റ് ഹൗസ് ഇരിക്കുന്ന ആ ഒരു ഭാഗമാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് പുറകുവശം പിടിച്ചെന്ന് മാത്രമേ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പം കുറച്ച് നേരമൊക്കെ ഒന്നിരുന്ന് ഒന്ന് ആസ്വദിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഓഷ്യൻ ആയതുകൊണ്ട് നല്ല എന്താ പറയുക, ഡീപ്പ് കടലായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല തണുപ്പാണ് ആക്ച്വലി. കാര്യം ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ട് നല്ല സണ്ണിയാണ് ആക്ച്വലി ഡേ, ബട്ട് സ്റ്റിൽ ഐ ഫീൽ റിയലി 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 കോൾഡ്. എന്തു പറയാം, പക്ഷെ എന്നാലും ആസ്വദിക്കാൻ പറ്റിയൊരു ഇടമാണ് കേട്ടോ. ഇവിടെ വന്നിരുന്ന് എന്താ പറയുക, കുറേ നേരം നമുക്ക് ചിലവഴിക്കാൻ പറ്റും. നമുക്ക് ഗേൾ ഫ്രണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ വന്നിരുന്ന് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം കുറച്ച് നേരം എന്തായാലും ഇവിടെ ആസ്വദിക്കാം. ഫ്ലൈറ്റൊക്കെ തൊട്ടടുത്തോടെ കേട്ടോ കടന്നു പോകുന്നത്. കാരണം ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് മുങ്ങിയിട്ട് ഈ വഴിക്ക് അങ്ങോട്ടാണ് പോകുന്നത് ആക്ച്വലി. സോ എയർപോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഈ സൈഡിലേക്കാണ് വരുന്നത്. എയർപോർട്ട് ആ സൈഡിലേക്കാണ് എയർപോർട്ട് വരുന്നത്. സോ അപ്പോൾ അവിടെ നിന്ന് ഫ്ലൈറ്റ് പൊങ്ങിയിട്ട് പോകുന്ന വഴിയാണ് ഇങ്ങോട്ട്. കടലിൻ്റെ മേളിലേക്കല്ലേ എപ്പോഴും പൊങ്ങി വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതാണ് അപ്പോൾ കാണുന്നത്. ഓക്കെ, സോ ആരുമില്ല ഇവിടെ. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഈ സമയം ആയതുകൊണ്ട്. ഇപ്പോൾ ഇത്രയും നേരത്തെ ആയതുകൊണ്ടാണ് ആളുകൾ കുറവ്. കുറച്ചും കൂടെ ആയിരുന്നെങ്കിൽ ആളുകളുണ്ടായിരുന്നു. പിന്നെ തന്നെയല്ല ഇന്നിപ്പം വർക്കിംഗ് ഡേയും കൂടെ അല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട്. അവിടെ ചുമ്മാ ബോറടിച്ചിരുന്ന സമയത്ത് ഞാൻ 1-2 ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോസെയ്ത്തൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. വീഡിയോയുടെ ഭാഗമായിട്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 1-2 ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ഒന്ന് വിശ്രമിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇരുന്ന ഭാഗത്ത് നിന്ന് ഞാൻ ഇനി കടന്നു പോന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കയറി നമുക്കൊരിടത്തേക്ക് പോകാൻ പാകത്തിനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോകാൻ വിചാരിച്ചിട്ടെങ്കിൽ പോന്നു. 1-2 ഫോട്ടോകളൊക്കെ എടുത്തു കേട്ടോ. അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നല്ലൊരു പ്ലേസാണ്, നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളിയൊരു ഇടമാണ് കേട്ടോ. നല്ല സൂപ്പറാണ്. ഇത് കണ്ടില്ലേ, നമുക്കിവിടെ എന്താ പറയുക, ഇതിനുള്ളിൽ കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അടുത്ത് കാണാൻ പാകത്തിന് നമുക്ക് പറ്റും. അപ്പം അതിന് കോയിൻ ഇടണമെന്ന് എനിക്ക് തോന്നുന്നു. ചുമ്മാ ഇട്ടാൽ കിട്ടത്തില്ല, കോയിനൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ നോക്കിക്കഴിഞ്ഞാലാണ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരിടമാണ്. നല്ല തണുപ്പാണ് കേട്ടോ. തണുത്ത് അപ്പം ഈയിടാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി ഇത് നമ്മളൊരു കെട്ടിയിട്ടേക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ചുറ്റി നടന്ന് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരിടമാണ്. ആക്ച്വലി നല്ല ഭംഗിയാണ്. കണ്ടില്ല, നമ്മുടെ പുറകുവശമൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല പൊളിയായിട്ടുള്ളൊരു ഏരിയയാണ് ഇത്. അപ്പോൾ നമ്മുടെ ബൈനോക്കുലറൊക്കെ ഇരിക്കുന്നതിൻ്റെ ആ ഭാഗത്ത് നിന്നിട്ട് ഞാൻ പുറകോട്ട് പിടിച്ചേക്കുന്നതാണ്. ഞാൻ ആദ്യം ഇരുന്ന ആ ഭാഗത്തേക്ക് പിടിച്ചേക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതേ കാണുന്ന ചെറിയ പാലം നമുക്ക് ബോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ആളുകളെ കയറ്റി പോകുന്ന സാധനമാണ്. അതുപോലെ തന്നെ ബൈനോക്കുലറിൽ നമുക്ക് നോക്കാം. ബൈനോക്കുലറിൽ നമ്മൾ പൈസ ഇട്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പൈസ ഒന്നും ഇട്ടില്ല. കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ആക്ച്വലി നല്ല തണുത്ത കാറ്റ് ഊതുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ കടലിൽ നിന്നുള്ള കാറ്റ് നന്നായിട്ട് അടിച്ചു കയറുന്നുണ്ട്. കാരണം ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം അറിയാലോ, നല്ല തണുപ്പാണ്. ചുണ്ടൊക്കെ കൂട്ടിയിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. നല്ല സണ്ണി കാലാവസ്ഥയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ തണുപ്പുമാണ്. ഒരു ഷിപ്പ് പതുക്കെ പോകുന്നുണ്ട്, മീൻ പിടിക്കാൻ പോകുന്നുണ്ട്.
അപ്പോൾ ആളുകൾക്ക് നടക്കാനുണ്ടാക്കിയിട്ടാണ് ആ പാത്ത് വേ കൂടെ ഞാനിങ്ങനെ നടന്നു പോരുകയാണ്. അപ്പം ഇവിടെ സാധാരണ നമ്മൾ സീലിനെയൊക്കെ കാണാറുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നാം വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ സീലിനെ കണ്ട ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴിക്ക് നടന്ന് ഇങ്ങനെ കുറേ ദൂരമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം പോയത് ഇടത് സൈഡിൽ കൂടെയാണ് അപ്പുറം കണ്ടല്ലോ, കഫേയുടെ ആ സ്പേസാണ് അപ്പുറം കാണുന്നത്. ഇപ്പുറത്തെ സൈഡ് നമ്മുടെ ഇതിനോട് ചേർന്നുള്ള ഭാഗമാണ്, കപ്പൽ കിടക്കുന്നതിനോട് ചേർന്നുള്ള ഭാഗമാണ്. നല്ല രസമുണ്ട് ഈ കപ്പൽ കാണാൻ, നീല കപ്പൽ, നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കിയാലേ, നല്ല നീറ്റ് ആൻഡ് പക്ക ക്ലീനാണ് ആക്ച്വലി. സ്ഥലവും അതെ, ബോട്ടും അതെ, എല്ലാം അതെ, പൊളിയായിട്ടുണ്ട്. ഭയങ്കര കൊതിയുണ്ട് ആക്ച്വലി ഏതെങ്കിലും ഒരു ബോട്ടിലൊന്ന് കയറണമെന്ന്. പക്ഷേ ഒരു എന്താ പറയുക, ലക്കല്ല. എനിക്ക് തോന്നുന്നു മറ്റേ ബോട്ടിൽ കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ടൈം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്തായാലും ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിരിക്കുന്നത്. ഏകദേശം 1 മണിയോട് കൂടി തുടങ്ങുമെന്നാണ് അവിടെ കണ്ടത്. പക്ഷേ ഇപ്പോൾ സമയം ഒന്നും ആയിട്ടില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇവിടെയും ഒരു പൊളി ബോട്ട് കിടപ്പുണ്ട്. കുറേ അധികം ബോട്ടുകളുള്ള സ്ഥലമാണ്, ഇഷ്ടംപോലെ ബോട്ടുകളുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഫിഷിങ് ഒരുപാട് നടക്കുന്ന ഒരു ഏരിയയാണ്. കാരണം അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഹൗത്തിൽ നമുക്ക് കുറേ അധികം ഫിഷൊക്കെ മേടിക്കാൻ കിട്ടുന്ന വേറെ കുറഞ്ഞ രീതിയിൽ. ഇവിടെ മൊത്തത്തിൽ ഫിഷിന് വില കൂടുതലാണ്, പക്ഷേ ഇവിടെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷൊക്കെ കിട്ടുന്നതാണ് കേട്ടത്. കണ്ടിട്ടുണ്ട് കേട്ടോ, ചെറുതും വലുതുമായിട്ടുള്ളത് ഇഷ്ടംപോലെ ബോട്ടുകൾ കിടപ്പുണ്ട്. ഞാനിവിടെ വന്ന സമയത്ത് ഏകദേശം 52 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളെ കണ്ടിരുന്നു. കുറേ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു. പുള്ളി ഫോട്ടോ എടുക്കുന്ന ഒരു ആളാണ്. അപ്പോൾ പുള്ളിയുടെ ഇൻട്രസ്റ്റ് ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വർത്താനം പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞു 52 വർഷമായിട്ട് ഇവിടെ താമസിക്കാനാണ്, പക്ഷേ എപ്പോൾ വന്നാലും ഇവിടെ ഒരു എന്താ പറയുക, ഈ സ്ഥലത്ത് വന്ന് ഇവിടെ ഒരു പുതിയ സ്ഥലത്ത് വരും പോലെ ഫീൽ ചെയ്യണേ. ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പം എത്രമാത്രം ഒരു അടിപൊളിയാണ് ഈ ഒരു പ്ലേസ് എന്നുള്ള. സോ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ഏരിയയാണ്, വന്ന് കാണുക സമയമുള്ളവരൊക്കെ. അങ്ങനെ അപ്പോൾ അത്യാവശ്യം കാഴ്ചകളൊക്കെ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാനിഞ്ഞ് പോകുന്നു കേട്ടോ. ഇനി ഈ ഭാഗത്തോടെ കുറേ നടക്കാനുണ്ട്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നടന്നായതുകൊണ്ട് ഞാൻ ഒത്തിരി നടന്നില്ല. നമ്മൾ ബീച്ചായിരുന്നു ഇന്നത്തെ ലക്ഷ്യം, അതുകൊണ്ട് ബീച്ചൊക്കെ കണ്ടിട്ട് ഞാനിങ്ങി പോകുന്നു. അപ്പം ഇത് കെട്ടിടങ്ങൾ കാണുന്ന റോഡ് സൈഡാണ് അത് ആക്ച്വലി. അവിടെ മീൻ വിൽക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ മീൻ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇനി വലതോട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, ട്രെയിൻ സ്റ്റേഷനിലേക്ക് ഇടതോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗത്തിൻ്റെ നമ്മുടെ ക്ലിഫിലേക്ക് പോകുന്ന ആ ഒരു മേഖലയാണ്. അപ്പോൾ നമ്മുടെ ഹൗത്ത് ബീച്ച് ഒക്കെ കാണാൻ പോയ യാത്ര ഇവിടെ നമുക്ക് അവസാനിക്കുകയാണ് ആക്ച്വലി. സോ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമുക്ക് സപ്പോർട്ട് തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നമ്മൾ വേറെ ലൊക്കേഷൻ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഞാൻ കാടൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്, ട്രെയിൻ വന്നിട്ടില്ല. ട്രെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പോകും. പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ഏകദേശം 13 മിനിറ്റ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഒരു ട്രെയിൻ വരുന്നുണ്ട്, നമുക്ക് പോകാനുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പച്ച നിറത്തിലുള്ള ട്രെയിൻ വരുന്നുണ്ടോ. ഇവിടെ 13 മിനിറ്റ്സ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നേരത്തെ വന്നാന്ന് തോന്നുന്നു. ഇപ്പം നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് നമ്മുടെ വീട്ടിൽ പോയി ഇറങ്ങിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സിറ്റിയിലേക്ക് ഒന്ന് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്കിത് അറിയത്തില്ല. പക്ഷേ എങ്ങനെയാണെങ്കിലും അടിപൊളിയാവുന്നുണ്ട്. ഓക്കെ, സോ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ. അങ്ങനെ ഫൈനലി ട്രെയിൻ വന്നിട്ടുണ്ട്. ആരും ഇല്ല കേട്ടോ ട്രെയിനിൽ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ട്രെയിൻ വന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ മാത്രമേ ട്രെയിനുള്ളൂ. ഇതാണ് കേട്ടോ ട്രെയിനിൻ്റെ ഉള്ളിൽ. പുളിയല്ലേ, ആരും തന്നെ ഇല്ല. വളരെ കാരണം ഈ ഭാഗത്തേക്കുള്ള ലാസ്റ്റ് സ്റ്റോപ്പാണ് ഹൗത്ത്. അപ്പം
ഇവിടെ കഴിഞ്ഞ് പോകുന്ന പിന്നെ ഗ്രേ സ്റ്റോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഗ്രേ സ്റ്റോണിൽ നമ്മൾ പോയതാണ്, നമ്മളന്ന് കണ്ടതാണല്ലേ ഗ്രേ സ്റ്റോൺ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി രാഹിനി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഞാൻ മിക്കവാറും ഹാമസ്റ്റൗൺ ഇറങ്ങും. ഹാമസ്റ്റൗണിലാണ് നമുക്ക് ഇറങ്ങിയിട്ട് അവിടെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ വീട്ടിലേക്ക്. അപ്പം പൊളിയല്ലേ, നല്ല രസമല്ലേ. അപ്പോൾ ഹോത്തിൽ നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ടെങ്കിലും എന്താ പറയുക, കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക ഒരു ഇൻറ്റിമേറ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റിയിരുന്നല്ലേ. സോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഹോത്ത് ബീച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ വന്നപ്പോൾ ഹോത്ത് ക്ലിഫ് ഒക്കെയായിരുന്നു നമ്മൾ കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പം ബീച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങൾ കാണാത്ത കാര്യങ്ങളോട് നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ കാണിച്ച കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഫോളോ ചെയ്യുക കേട്ടോ, പൊളിച്ച് സെറ്റപ്പാക്കി തരിക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക് യു. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയിട്ട് ഇനി അടുത്തൊരു ലൊക്കേഷൻ നോക്കണം. മിക്കവാറും സിറ്റിയിലേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആനുവൽ ലീവിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മൾ സെപ്റ്റംബറിലേക്കാണ് ആനുവൽ ലീവ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ആനുവൽ ലീവ് കിട്ടുമോ ഇല്ലെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. കിട്ടും ഉറപ്പായിട്ടും, പക്ഷേ നാട്ടിൽ പോകാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പം നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും റെഡി ആവാൻ വേണ്ടി നാട്ടിൽ പോകണം. ഇല്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ അയർലൻഡിൽ കുറേ സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ പറയുക കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോർക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർഫോർഡ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്ഥലങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ അതല്ല, ഒരു മാസത്തേക്കുള്ള ലീവ് സാങ്ഷനായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തേക്ക് വരാനും മീൻസ് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം എങ്ങനെയെന്ന് അറിയത്തില്ല. അപ്പം ഡിപ്പെൻസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ലീവിനെ ആശ്രയിച്ചിരിക്കുന്നു. ലീവ് ഉറപ്പായിട്ടും കിട്ടും, പക്ഷെ അതിപ്പം ഒരു മാസത്തേക്കാണോ 3 ആഴ്ചത്തേക്കാണോ കിട്ടണമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മുടെ എല്ലാം നമുക്ക് റെഡി ആവണ്ട. ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കുന്ന ചാർജാണ്. അപ്പം അതെങ്ങനെയെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം. ഓക്കെ ആവുമെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോകണമെന്നൊരു ഉദ്ദേശമുണ്ട്. ഇനിയിപ്പോൾ അതല്ല പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അയർലൻഡ് കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. നാട്ടിൽ വരുവാന്നുണ്ടായിരുന്നെങ്കിൽ എൻജോയ് ചെയ്യാമായിരുന്നു. എന്തായാലും അങ്ങനൊരു ആഗ്രഹമുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുക ചെയ്തേ. നമുക്ക് നോക്കാം. ട്രെയിൻ എടുക്കാറായെന്ന് തോന്നുന്നു. 12 മിനിറ്റ് കണ്ട ഞാൻ കണ്ടത്. അപ്പം ഏകദേശം എടുക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. 10-15 ആയി സമയം. ഇവിടെ എടുക്കുമെന്ന് തോന്നുന്നു. നല്ല ഡേ ആണ്. പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നുകൊണ്ട് നമ്മുടെ ഈ ഹോത്തിൻ്റെ ഭാഗത്ത് വന്നുകൊണ്ട് കടൽ തീരമായതുകൊണ്ട് നല്ല തണുത്ത കാറ്റും നല്ല കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനോട് പെട്ടെന്ന് തണുപ്പനുഭവപ്പെട്ടു. ഞാനാണെങ്കിൽ കോട്ട് പോലും കൊണ്ടുവന്നിട്ടില്ല, കാരണം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞാൻ കോട്ട് പോലും എടുത്തില്ല എന്ന് സത്യം പറയാനായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോട്ടെ.